ഹായ് ഫ്രണ്ട്സ്, ജുവാന സ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാം നമ്മുടെ അടുത്ത് ജുവാനക്കുട്ടിയില്ല കേട്ടോ. ജുവാനക്കുട്ടി സ്കൂളിൽ പോയിക്കുവാണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ലൈൻ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ക്ലീൻ ചെയ്യുന്നതെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷനായിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് ഇനി എടുക്കുന്നത്. ഇതാണ് ലൈൻ ഫിൽറ്റർ. ഇതുണ്ടോ, ഇതാണ് സംഭവം. നമ്മുടെ മെയിനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം വന്നത്, അത് പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടാപ്പ് ബ്ലോക്ക് ആവുക എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് കുറയും, വെള്ളം വരാതെ ആവും, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഈ ലൈൻ ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ നമുക്കിത് 1.25 ഇഞ്ചുണ്ട്, 1.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിൽ നിന്ന് പോയിരിക്കുന്ന പൈപ്പ് ഏതാണോ, 1.25 ആണെങ്കിൽ 1.25, 1.5 ആണെങ്കിൽ 1.5 ഇഞ്ച്. അപ്പോൾ അത് നമുക്ക് ഒരു FT ആയിട്ട് നമുക്ക് ഈ ലൈൻ ഫിൽറ്റർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ FT 1.25 ഇഞ്ചിൻ്റെ ഏതാണോ അതെടുക്കുക. നമ്മളൊരു FT ആയി, അതായത് 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച്, 1.25 ഇഞ്ചാണെങ്കിൽ 1.25 ഇഞ്ച് ആ FT ആയിട്ട് നമ്മൾ ടഫ്ലോൺ ചുറ്റിയതിന് ശേഷം FT ആയിട്ട് മുറുക്കിയിട്ട് നമ്മൾ നമ്മുടെ പൈപ്പിലോട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു പ്ലംബറിൻ്റെ സഹായം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പോൾ ഇതവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ഊരി കഴുകാവുന്ന ഒരു ടൂളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതാണ് ഇത് സിമ്പിളായിട്ട് ഊരി കഴുകാവുന്ന ടൂൾ. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് വെള്ളം ജസ്റ്റ് കളയാവുന്നതേ ഉള്ളൂ. ഉണ്ടോ, ജസ്റ്റ് നമുക്ക് വെള്ളം കളയണമെങ്കിൽ. അതല്ലാതെ നമുക്കിത് ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ നമുക്കിത് ഫിൽറ്റർ ഒന്ന് പൊടിയൊക്കെ ഒത്തിരിയാവുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഊരി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ടൂൾ ഉപയോഗിച്ച് ഇതിങ്ങനെ കയറ്റിയിടുന്നു. ഈ കയറ്റിയിട്ടിട്ട് ഇത് സിമ്പിളായിട്ടിത് ഇങ്ങനെ അഴിക്കാം കേട്ടോ. ആണോ, അതിനോട് ഇത് നമ്മൾ ഇത് ടൈറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അഴിച്ചിട്ട് നമുക്കിത് കൈകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ അത് ടൈറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കത് ടൂൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനുശേഷം ഇത് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതെടുത്ത് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് ഫുഡ് ഗ്രേഡ് നൈലോൺ ഡിസ്കാണ് കേട്ടോ. നമുക്കിത് സെപ്പറേറ്റ് ഊരി നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ദൂരി നമുക്കിതുണ്ടോ, ഇതെല്ലാം നമുക്ക് പൊടിയൊക്കെ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സെപ്പറേറ്റ് ഊരി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഊരി ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പം ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ഓവർ ടൈറ്റ് ചെയ്യാതെ വേണം കേട്ടോ ക്ലോസ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ അതിനകത്തേക്ക് ഇട്ടു നമ്മുടെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് സിമ്പിളായിട്ട് അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ടൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ടൂൾ വെച്ച് ജസ്റ്റ് ടൈറ്റ് ആക്കി വെക്കുക. നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ആരോ മാർക്ക് നോക്കി വേണം കറക്റ്റ് സെറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ നമ്മുടെ പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ FT ഇട്ടു, ടഫ്ലോൺ ചുറ്റി FT ഇട്ടതിന് ശേഷം എന്തോരം FTയുടെ ബാലൻസ് പുറത്തേക്ക് വരുന്നു നോക്കി കറക്റ്റ് ലെങ്ത് നോക്കണം. അതിനുശേഷം ഈ സൈഡിൽ FT ഇട്ടു, അവിടെ ബാലൻസ് FT എന്തോരം വരുന്നു നോക്കണം. അതിനുശേഷം വേണം പൈപ്പ് കട്ട് ചെയ്യാൻ. കറക്റ്റ് ലെന്ത് നോക്കി വേണം പൈപ്പ് കട്ട് ചെയ്യാൻ. അതിനുശേഷം പശയിട്ട് 2 സൈഡിലും പൈപ്പ് പശയിട്ട് ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അത് നമുക്ക് കൈ എത്തുന്ന ദൂരത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. നമുക്കത് ഊരി നമുക്കത് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ കൈ എത്തുന്ന ദൂരത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് നോക്കിയിട്ട് കറക്റ്റ് നോക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം പിന്നെ നമുക്കിത് 5 ഇയർ വാറൻറ്റി ഉണ്ട്. 5 ഇയറാണ് നമുക്ക് വാറൻറ്റി കേട്ടോ. ഇത് നമ്മൾ പ്രശസ്തമായ റൺസ് എന്ന കമ്പനിയുടെയാണ്
നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന നമ്മൾ ഹോൾസെയിൽ റീറ്റെയിലായിട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ താഴെ നമ്മൾ നമ്പർ കൊടുക്കാവുന്നതായിരിക്കും. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, അകലെയുള്ളവർക്കാണെങ്കിൽ കൊറിയർ ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലെ ടാപ്പും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, ഇതൊക്കെ നമുക്ക് പൊടിപടലങ്ങൾ വന്ന് നമുക്ക് അടഞ്ഞ് നമുക്കത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞ് വരും. പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാതെ വരും. ഇത് പൊടിപടലം എപ്പോഴും നമുക്ക് ടാപ്പ് ഊരി കഴുകാനും അത് നമുക്ക് പറ്റുന്ന കാര്യമല്ലോ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒറ്റ വഴിയുള്ളൊരു പരിഹാരമാണ് ഇത്. നമുക്ക് ടാപ്പ് ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ടാപ്പ് ഊരണം, വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ, പ്യൂരിഫയർ, അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് നമ്മൾ ഊരി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ നമുക്കൊരു നമ്മുടെ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കിവിടെ ഞാൻ പറയാൻ മറന്നു, നമുക്കിവിടെ 1.25 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.